7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയായി. 102 മണ്ഡലങ്ങളിലായിട്ടായിരുന്നു ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ സഖ്യവും NDAയും ഇഞ്ചോടിഞ്ച് പോരാടുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ചർച്ചയായി നിന്നിരുന്നത് EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു. 1951 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ബാലറ്റ് സിസ്റ്റമായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വോട്ടിംഗ് രീതി. 1982 ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പറവൂരിലാണ് ആദ്യമായി EVM മെഷീൻ ഉപയോഗിക്കുന്നത്. EVM മെഷീനിലെ തകരാറിനെ പറ്റിയുള്ള ചർച്ച ആദ്യമായി ആരംഭിക്കുന്നത് 2009 2009 കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചപ്പോൾ അന്ന് സുബ്രഹ്മണ്യ സ്വാമി ആയിരുന്നു EVM തകരാറുമായി ബന്ധപ്പെട്ട് ആദ്യമായി ശബ്ദമുയർത്തിയത്. താൻ വോട്ട് ചെയ്ത പാർട്ടിക്ക് തന്നെയാണോ തൻ്റെ വോട്ട് ലഭിച്ചത് എന്ന് അറിയുവാൻ യാതൊരു തെളിവുകളും ഒരു വോട്ടർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അതിനായി അന്ന് അദ്ദേഹം കൂട്ടുപിടിച്ചത് IT ആക്ടിനെ തന്നെയായിരുന്നു. IT ആക്ട് പ്രകാരം ഒരു ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അതിൻ്റെ തെളിവായി റെസിപ്റ്റ് നിർബന്ധമായും ലഭിക്കേണ്ടതാണ്. പക്ഷേ VVPAT വീട്ടിൽ കൊണ്ടുപോയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന അഭിപ്രായങ്ങൾ ഉയർന്നതോടുകൂടിയാണ് അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. VVPAT ഒരു പെട്ടിയിൽ നിക്ഷേപിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായാൽ പരിശോധിക്കണമെന്ന തീരുമാനത്തിലേക്ക് പിന്നീടത് മാറ്റപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EV മെഷീനിൻ്റെ വിശ്വാസ്യതയെപ്പറ്റി കാര്യമായി തന്നെ വീണ്ടും ചർച്ച ഉയരുന്നുണ്ട്. കാര്യമായ സംശയം EV മെഷീനുമായി ബന്ധപ്പെട്ട് ഉയർന്നതുകൊണ്ട് തന്നെ VVPAT രസീത് മുഴുവനും എണ്ണണമെന്ന വാദം സുപ്രീം കോടതിയിൽ ഉയർത്തി. അതുമായി ബന്ധപ്പെട്ട ചർച്ച നിലവിൽ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ വിഷയം കുറച്ചുകൂടി കാര്യമായി ചർച്ചയാകുന്നത് കാസർഗോഡ് മോക്ക് പോൾ നടന്നപ്പോഴാണ്. മോക്ക് പോൾ കഴിഞ്ഞപ്പോഴേക്കും രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതോടുകൂടിയാണ് സംശയം കുറച്ചുകൂടി ബലപ്പെട്ടത്. ദേശീയ തലത്തിൽ EVMുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിനു മുമ്പും ഉയർന്നിരുന്നു. മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് ബാലറ്റിലും EV മെഷീനിലും നടന്ന വോട്ടിങ്ങിലെ ക്രമക്കേടിലാണ് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഈ സംശയം പ്രകടിപ്പിച്ചത്. 230 സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 190 സീറ്റുകളിലും പോസ്റ്റൽ ബാലറ്റിൽ എണ്ണിയപ്പോൾ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടാവുകയും ശേഷിച്ച സീറ്റുകളിലേക്ക് EVM മെഷീൻ വഴിയുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അതോടുകൂടി കോൺഗ്രസിന് സംശയം കൃത്യമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കപ്പെട്ടു. 100% EVM മെഷീൻ സുതാര്യമാണെന്ന് തെളിയിക്കുവാൻ VVPAT എണ്ണണമെന്ന് ആവശ്യവും കോടതിയിലെത്തി. കോടതിയിൽ ലഭിച്ച ഹർജിയുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് കോടതി ഒരു നോട്ടീസും അയച്ചു. ശേഷം 5 ബൂത്തുകൾ എണ്ണുന്ന രീതി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചു. അത്തരത്തിൽ 5 ബൂത്തുകളുടെ മാത്രം VVPAT എണ്ണുന്നതോടുകൂടി EVM മെഷീനിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുവാൻ കഴിയില്ല എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ അരുൺകുമാർ അഗർവാൾ സുപ്രീം കോടതിക്ക് വീണ്ടും ഹർജി നൽകി. VVPAT പൂർണ്ണമായും എണ്ണുകയും സ്ലിപ്പുകൾ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. എന്നിട്ടും കാര്യമായി ഒന്നും തന്നെ നടന്നില്ല എന്ന് പറയാം. 2023 മാർച്ചിൽ അസോസിയേറ്റ് ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയെ സമീപിച്ചു. വോട്ടിംഗ് സുതാര്യമാക്കാൻ 100% എണ്ണാൻ കഴിയില്ലെങ്കിൽ 50%മെങ്കിലും എണ്ണണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നു. വോട്ട് രേഖപ്പെടുത്തുന്ന ആൾ തന്നെ VVPAT പെട്ടിയിൽ നിക്ഷേപിക്കണമെന്നും ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ തള്ളി. ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോഴും കോടതിയിൽ നിന്ന് യാതൊരു തീരുമാനവും ആവാത്തതും ഇനി അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ചരിത്ര ഭൂരിപക്ഷം നേടി അധികാരത്തിൽ 3ാം തവണയും എത്തുമെന്ന് പറയുന്ന NDA സർക്കാരിനും നരേന്ദ്രമോദിക്കും തക്കതായ മറുപടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് പറയുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഇനി അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ സീറ്റുകൾ പിടിച്ച് BJPയെ ദുർബലപ്പെടുത്തി പോർക്കളത്തിൽ പോരാടാമെന്നും അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് ലഭിച്ച് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ബാലറ്റ് പെട്ടി എന്ന പഴയ വോട്ടിംഗ് രീതി തിരികെ കൊണ്ടുവന്ന് അധികാരത്തിൽ എത്താമെന്നുമാവാം. നമസ്കാരം.